സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. വയനാട് ജില്ലയിൽ റെഡ് അലർട്ട്, 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും, 5 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. സംസ്ഥാനത്തെ 4 അണക്കെട്ടുകളിൽ റെഡ് അലർട്ട് നൽകിയിരിക്കുകയാണ്. മൂഴിയാർ, കല്ലാർകുടി, ഇരട്ടയാർ, ലോവർ പെരിയാർ ഡാമുകൾക്കാണ് റെഡ് അലർട്ട്. വിരളമായി തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹനും ചേരുകയാണ്. പ്രജിത്ത്, സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൽ വയനാട് ജില്ലയിലാണ് റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മറ്റ് ഏത് തരത്തിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകൾ? കെ.പി. ഇന്നും നാളെയും വരുന്ന ദിവസങ്ങളിലുമെല്ലാം കേരളത്തിൽ മഴ ശക്തമാകാനുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കാണുന്നത്. ഇതിന് കാരണമായി പറയുന്നത്, ഒന്ന്, കേരള തീരം മുതൽ ഗുജറാത്ത് തീരം വരെ നിലനിൽക്കുന്ന ന്യൂനമർദ്ദ പാത്തി, ഉത്തരേന്ത്യയിൽ ഉള്ള ഒരു ന്യൂനമർദ്ദം, ഒപ്പം തന്നെ 19-ാം തീയതി പുതിയ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഇന്നത്തെ അലർട്ടുകളിലേക്ക് വരുമ്പോൾ വയനാട് ജില്ലയിലാണ് ഏറ്റവും ആശങ്കാജനകമായ സാഹചര്യം. നിലവിൽ അവിടെ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത്. ബാക്കിയുള്ള 5 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. നാളെ കോട്ടയം മുതൽ കാസർഗോഡ് വരെയുള്ള 10 ജില്ലകളിലും ഓറഞ്ച് അലർട്ടും നൽകിയിരിക്കുന്ന സാഹചര്യമാണ്. അതായത് നാളെയും മഴ ശക്തമാകുന്ന സാഹചര്യം തന്നെ. ഇപ്പോൾ 4 മണിക്ക് പുതിയ മഴ അലർട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് സാഹചര്യം എന്നുള്ളത്, കൂടുതൽ രൂക്ഷമാകുമോ അല്ലെങ്കിൽ മഴയിൽ കുറവുണ്ടാകുമോ എന്നുള്ളതെല്ലാം ആ സമയത്ത് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. എന്തായാലും ശക്തമായ മഴ തന്നെയാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പെയ്യുന്നത്. കണ്ണൂരിലും കോഴിക്കോടും ഒക്കെ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തിന്റെ കിഴക്കൻ മേഖലകളിൽ, കൊല്ലത്തിന്റെയും ആര്യൻകാവ് പോലെയുള്ള മേഖലകളിലെല്ലാം ശക്തമായ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലൊക്കെ ഈ ചെറിയ കൈത്തോടുകളിലുമൊക്കെ ജലം നിറഞ്ഞു തുടങ്ങിയിട്ടുള്ള സാഹചര്യമുണ്ട്. ഈ താഴ്ന്ന ചെറിയ പ്രദേശങ്ങളിൽ ചിലയിടങ്ങളിലൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ എന്തായാലും വരുന്നുണ്ട്. സംസ്ഥാനത്ത് കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ 14ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് സംസ്ഥാനത്ത് പ്രവർത്തിച്ചതെങ്കിൽ ഇന്നത് 31 മാറിയിട്ടുണ്ട്. ഏതാണ്ട് 143 കുടുംബങ്ങളിലെ 474 പേരെയാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന വയനാട്ടിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ക്യാമ്പുകളുള്ളത്. 8 ക്യാമ്പുകളിലായി 172 പേരുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റിനുള്ള സാധ്യതയും മുന്നറിയിപ്പായി വരുന്നുണ്ട്. പ്രത്യേകിച്ച് 6 ജില്ലകളിൽ, തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലാണ് ഇത്തരത്തിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശാവുന്ന കാറ്റ് ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ മഴ കൂടുതൽ ശക്തമാകുന്നു എന്നുള്ളതാണ്. ഈ മഴ കൂടുന്നതനുസരിച്ച് ഡാമുകളിലെ ജലനിരപ്പ് ഉയർന്നു വരുന്നുണ്ട്. പല ഡാമുകളിലും റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട്. റെഡ് അലർട്ടുള്ള ഡാമുകളിൽ നിന്ന് നിയന്ത്രിത അളവിൽ ജലം ഇപ്പോൾ പുറത്തേക്ക് ഒഴുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മൂഴിയാർ, കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ ഡാമുകൾക്കാണ് ഈ റെഡ് അലർട്ട് ഉള്ളത്. ഈ പെരിങ്ങൽകുത്ത് അണക്കെട്ടിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. അങ്ങനെ മഴ കനക്കുകയാണ്. അതോടൊപ്പം തന്നെ ഡാമുകളിലും നദികളിലും ഒക്കെ ജലനിരപ്പ് ഉയരുന്നു. ഡാമുകളിലടക്കം ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം. ഒപ്പം ഈ തീരദേശ മേഖലകളിലായാലും മലയോര മേഖലകളിലായി കഴിഞ്ഞാലും ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ വിനോദസഞ്ചാര മേഖലകളിലടക്കം നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരും ദിവസങ്ങളിൽ ഈ മഴ മുന്നറിയിപ്പിൽ മാറ്റം, എല്ലാ ജില്ലകളിലും മഴ ശക്തി പ്രാപിക്കുമെന്നുള്ള മുന്നറിയിപ്പ്, അതിശക്തമായ കാറ്റിനും സാധ്യത. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവും ശക്തിപ്പെടാൻ തന്നെയാണ് സാധ്യത, അല്ലേ? അത് തന്നെയാണ് കെ.പി. കാരണം നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഇപ്പോൾ തന്നെ ഒരു ന്യൂനമർദ്ദവും ഒരു ന്യൂനമർദ്ദ പാത്തിയും നിൽപ്പുണ്ട്. അതോടൊപ്പം ശക്തമായ മൺസൂൺ കാറ്റുമുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മഴ ശക്തമാകുന്നത്. അപ്പോൾ 19-ാം തീയതിയോടെ രൂപപ്പെടുമെന്ന് പറയുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ വടക്കൻ കേരളത്തിൽ മഴ കൂടുമെന്നുള്ളതാണ് നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. IIT പൂനെയൊക്കെ നൽകിയിട്ടുള്ള IIM പൂനെ നൽകിയിരിക്കുന്ന മറ്റൊരു അറിയിപ്പ് എന്ന് പറഞ്ഞാൽ, നിലവിലത്തെ സാഹചര്യത്തിൽ 2 ആഴ്ചത്തെ കാലം കേരളത്തിൽ ശക്തമായ മഴയ്ക്ക്, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. എന്നാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടുത്ത 5 ദിവസത്തേക്കാണ് ശക്തമായ മഴയ്ക്കുള്ള ഒരു സാധ്യത മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത്. മറ്റൊരു ആശങ്കാജനകമായ കാര്യം ഈ കാറ്റിന് ശക്തി കൂടുന്നു എന്നുള്ളതാണ്. കാറ്റിന് ശക്തി കൂടുന്ന സാഹചര്യത്തിൽ പലയിടങ്ങളിലും മരം വീണുമൊക്കെയുള്ള അപകടങ്ങൾ വർദ്ധിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് മരം വീണ് 2 പേരുടെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം. അപ്പോൾ വരും ദിവസങ്ങളിലും കൂടുതൽ അപകടങ്ങൾക്കൊക്കെയുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് കിഴക്കൻ മേഖലകളിലൊക്കെ ഈ രീതിയിൽ മരം വീണും വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞു വീഴുമുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കർശനമായ രാത്രിയാത്രാ നിയന്ത്രണം അടക്കമുള്ള നിർദ്ദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരം ജാഗ്രതകളിലേക്കൊക്കെ കാര്യങ്ങൾ പോകാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഈ ബീച്ചുകളിലും പിന്നെ മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ഒക്കെയുള്ള പ്രവേശനങ്ങൾ പല ജില്ലകളിലും നിരോധിച്ചിട്ടുണ്ട്. ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വയനാട് ജില്ലയിൽ കൂടുതൽ ശക്തമായ നിയന്ത്രണങ്ങൾ വരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. 4 മണിക്കത്തെ അലർട്ടാണ് കൂടുതൽ പ്രധാനമാകുന്നത്. കാരണം നിലവിൽ ഇത്രയധികം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടും റെഡ് അലർട്ടും നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മളിപ്പോഴും മനസ്സിലാക്കുന്നത്, നമുക്ക് അറിയാൻ കഴിയുന്നതനുസരിച്ച് മഴ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയും മഴ
മഴ കുറയുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. വിട്ടുവിട്ടാണെങ്കിലും എല്ലാ ജില്ലകളിലും ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വരുന്ന 4 മണിക്കത്തെ അലർട്ടിലും കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ, ഒരുപക്ഷെ കൂടുതൽ ജില്ലകളിലൊക്കെ ഓറഞ്ച് അലർട്ട് റെഡ് അലർട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിയിപ്പുകൾ. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി അടക്കമുള്ളവർ പ്രത്യേക യോഗം ചേർന്നിരുന്നു, ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ നൽകിയിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്ന അറിയിപ്പുകൾ. ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് നിർദ്ദേശം. രാത്രി യാത്രാ നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തുകയാണെങ്കിൽ അത്തരം നിർദ്ദേശങ്ങൾ പാലിക്കണം, ശക്തമായ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ്. KP. Yes.